ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ മീൻകുളം സെൻറ്റ് മേരീസ് മലങ്കര സിറിയൻ കത്തോലിക്ക ചർച്ചിൽ സംഘടിപ്പിച്ച വിശുദ്ധ വസ്തുക്കളുടെ പ്രദർശനത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമാണ്, പള്ളിയുടെ ഫ്രണ്ട് വശമാണ്. ഈ പള്ളി ഇവിടെ സ്ഥാപിതമായത് 1950 മുതൽ 2021 പുതിയ പള്ളി, പഴയ പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പള്ളി സ്ഥാപിതമായത്. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം. ഈ സ്റ്റെപ്പ് കയറി നമുക്ക് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാം. ഇത് കൊടിമരം ആ പള്ളിയുടെ ഫ്രണ്ടിൽ സ്ഥാപിച്ചേക്കുന്നതാണ്. പെരുന്നാളിനൊക്കെ കൊടി ഉയർത്താനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൊടിമരം. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ ആദ്യം ഡിസ്പ്ലേ വെച്ചേക്കുന്നത് നടപ്പന്തലാണ്. അച്ഛൻ റാസയ്ക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ നടുക്ക് നിർത്തിയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ കണ്ട കൊടിമരത്തിൽ കെട്ടുന്നതാണ് ഈ പെരുന്നാൾ കൊടിയാണ് അത് ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. ഇത് കാണിക്ക വഞ്ചി, പിന്നെ അത് കഴിഞ്ഞ് ഇത് കുമ്പസാരക്കൂട്. പിന്നെ ഇത് കതവ്. ഇത് പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഇത് മധുബ. ഇതാണ് അൾത്താര എന്ന് പറയുന്നത്. മധുബ അല്ലെങ്കിൽ അൾത്താര. ഇവിടെയാണ് അച്ഛൻ കുർബാനകൾ അർപ്പിക്കുന്നത്. ആ അർപ്പിക്കുന്ന വസ്തുക്കളാണ് നമുക്ക് ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. അതങ്ങനെ കാണാനൊന്നും കിട്ടുന്നതല്ല, അപൂർവമായി കിട്ടിയ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇത് നമ്മളൊരു തടിയുടെ പാത്രത്തിലാണ് ആ കുന്തിരിക്ക ഇട്ട് വെച്ചേക്കുന്നത്. സ്റ്റീലിലും ഉണ്ട്. ഇത് ധൂപക്കുറ്റി. ഈ ധൂപക്കുറ്റിയുടെ ഈ ചങ്ങലകൾ 72 കണ്ണികളുണ്ട്. ആ കണ്ണികൾക്ക് ഇടയിൽ കാണുന്ന ആ മുത്തുകൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്നു. പിന്നെ ഈ ചെപ്പ് 2 ഇതാണ്. ഒന്ന് താഴെ കരി ഇട്ട് കൊടുക്കുന്നിടം നരകവും, മുകളിലേക്ക് പിന്നെ പുക വരുന്നിടം സ്വർഗവുമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് തൂക്കുവിളക്ക്, സ്ലീബ കുരിശ്, തടിയുടെയും സ്റ്റീലിൻ്റെയും ഉണ്ട്. പിന്നെ ഇത് മധുബായിൽ ഉപയോഗിക്കുന്ന ത്രോണോസിലെ കുരിശുകളാണ്, ആ ചെറുത് 2. ഇത് ത്രോണോസിൽ ഉപയോഗിക്കുന്ന മണികളാണ് കുർബാന സമയത്ത് കിലുക്കാനേ, പ്രാർത്ഥനയുടെ സമയത്ത്. ഇത് അലങ്കാരത്തിന് വേണ്ടി മധുബായി വെക്കുന്നതാണ്. റംഷേന്തി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് റാസ കുരിശ്, സ്വർണത്തിലുള്ള കുരിശാണ്. ഇത് മധുബായിൽ സൂക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ അൾത്താരയിൽ. ഇതിൻ്റെ കൂടെ വെള്ളിക്കുരിശുമുണ്ട്. അത് പള്ളിയിൽ ഇടവകയിൽ ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന കുരിശാണ് ഈ കുരിശ്, വെള്ളിക്കുരിശ്. പിന്നെ വരുന്നത് ഇത് അച്ഛൻ്റെ പുറം കുപ്പായമാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന വെള്ള കുപ്പായവും കറുത്ത കുപ്പായവുമാണ് ഇത്. അത് കഴിഞ്ഞ് കുർബാന ചൊല്ലുന്നതിന് മുമ്പിട്ട് ധരിക്കുന്ന വെള്ളക്കുപ്പായമാണ് ഇത്. ഇതിൻ്റെ മുകളിലൂടെയാണ് അച്ഛൻ കുർബാനയ്ക്ക് വേണ്ടി ധരിക്കുന്ന ഈ കുപ്പായം ധരിക്കുന്നത്. അതിൻ്റെ കയ്യിലിടുന്ന ഉറകളാണ് ഇത് 2. ഇടക്കെട്ട്. അത് കഴിഞ്ഞിട്ട് ഹൈമിനിയ എന്ന് പറയും. ഇത് കഴുത്തിക്കൂടെ ധരിക്കുന്നതാണ്. പിന്നെ അച്ഛൻ കുർബാന സമയത്ത് ഉപയോഗിക്കുന്ന ആ പാദരക്ഷകളാണിത്. അതിന് ഇഷ്ടമുള്ള ചെരുപ്പ് നോക്കി ഉപയോഗിക്കാം. പിന്നെ ഇത് ചിത്തോല എന്ന് പറയും. ഇത് അൾത്താര അലങ്കരിക്കുന്ന വിരികളാണ്, വിരിക്കൂട്ടുകളാണിത്. ഇതെല്ലാം മനോഹരമായ ചിത്രത്തയ്യലുകളാൽ നിർമ്മിതമായ പട്ടുവസ്ത്രങ്ങളാണ്. പിന്നെ ഇത് കാണുന്നത് അച്ഛന് ബൈബിൾ വായിക്കാനും പ്രസംഗിക്കാനുമുള്ള ഒരു പീഠമാണ്. പിന്നെ ഇത് സക്രാരി, കുർബാനയൊക്കെ സൂക്ഷിക്കുന്നതാണ്. ഇത് സക്രാരി എന്ന് പറയും, ബോക്സാണ്. കുർബാന കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രങ്ങൾ, കമ്മ്യൂണിറ്റി പ്ലേറ്റാണ് ആ സ്റ്റീല്. പിന്നെ ഇത് കുർബാന തരുന്നതിനുള്ള തടി പാത്രമാണ്. അതും പിന്നെ ആണെങ്കിൽ കാസ
ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വർണ്ണ നിറത്തിലുള്ള പാത്രം വീഞ്ഞ്. പിന്നെ ഇതും കാസയുടെ പാത്രമാണ്, അതിലും വീഞ്ഞെടുക്കുന്നതാണ്. പിന്നെ ഈ തുണി ആ കുർബാനയുടെ മണ്ടയിൽ വിരിക്കുന്നതാണ്. ഈ തളിക, ഇതിൻ്റെ പേര് തബലീത്ത എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ആദ്യമായി മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് കുർബാന കൊടുക്കുന്ന പാത്രങ്ങളാണ്. സ്പൂണും വീഞ്ഞും അപ്പവും ഒക്കെ എടുക്കുന്ന പാത്രങ്ങളാണ്. ഇതിന് മംഷോനി സോ എന്ന് പറയും ഈ പാത്രങ്ങൾക്ക്. പിന്നെ ഈ സ്പൂണ് വെക്കുന്നതാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത് കൗക്കക് ബോ എന്ന് പറയും. ഇതിൻ്റെ മണ്ടയിലാണ് ആ സ്പൂണ് സൂക്ഷിക്കുന്നത്. ഇത് കാസ, വീഞ്ഞൊക്കെ സൂക്ഷിക്കുന്നത്. ചെപ്പ്, കുർബാന അപ്പമൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വീഞ്ഞ് അല്ലെങ്കിൽ വൈന്, അതാണ്. ഇത് കുർബാന അപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ്, അതിൻ്റെ അടപ്പും പാത്രവുമാണത്. അത് ഗോതമ്പ് മാവും പുളിപ്പിച്ച് എണ്ണയും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ്. പിന്നെ വരുന്നത് ശുദ്ധ വസ്തുക്കളൊക്കെ കാണാൻ വരുന്ന വിശ്വാസികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ആദ്യ കുർബാന കൈക്കൊള്ളുന്ന കുഞ്ഞുങ്ങളൊക്കെ അവർ ഇതെല്ലാം പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത് ഡിസ്പ്ലേ ആയിട്ട് വെച്ചത്. അവരുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛൻ ഇത് ഇങ്ങനെ വെച്ചത്. അപ്പം വിശ്വാസികളൊക്കെ വന്ന് അത് കാണും. എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയൊരു, ഇങ്ങനെ അങ്ങനെ ഒരിടത്തും അങ്ങനെ വെക്കാറില്ല. അപ്പം ഇത് തിരുവോസ്തി, അത് ചെറിയ അരുളിക്കയുണ്ട്, വലിയ അരുളിക്കയുണ്ട്. ഇത് ഗോകുൽത്ത, ഇത് 50 നോയമ്പ് സമയത്ത് പള്ളിയുടെ നടുക്ക് എടുത്തു വെക്കുന്നതാണ്. പിന്നെ ദഹന കുപ്പി, പിന്നെ മാമോദീസ കിരീടം. ഇത് കൊച്ചു കുഞ്ഞിന് മാമോദീസ നടത്തുമ്പോൾ അതിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നതാണ് ആ കിരീടം. പിന്നെ അച്ഛൻ്റെ കൈയൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഒരു വെള്ള തുണി കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് വിശുദ്ധ മൂറോന്, രോഗി തൈലം, രോഗി സൈത്ത്, മാമോദിസ സൈത്ത്, ശോശപ്പ, ഇതൊക്കെയാണ് അവിടെ സൂക്ഷിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വിശുദ്ധ കുർബാന തസ്ക, ആ പുസ്തകം. അത് വെച്ച് വായിക്കാനുള്ള പീഠമാണ് അത്, ആ ചുമന്ന തുണിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പുസ്തകത്തിന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സ്കെയിലാണത്. പിന്നെ ഈ പിങ്ക് പുസ്തകം എന്ന് പറയുന്നത് പഞ്ചാംഗം എന്ന് പറയും. അതാണ് ഓരോ ദിവസം വായിക്കാനുള്ള അധ്യായങ്ങളും പ്രാർത്ഥനകളും അതൊക്കെ അതിനകത്താണ് വരുന്നത്. അത് നോക്കിയാണ് നമ്മൾ ഈ പുസ്തകങ്ങളിൽ എടുത്ത് അത് ചൊല്ലുന്നത്. ഓരോ കല്യാണ ആവശ്യങ്ങൾക്കായാലും പിന്നെ മരണാനന്തര ചടങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളൊക്കെയാണ്. ഹാശ ആഴ്ചയിലും ദുഃഖ വെള്ളിയാഴ്ചയിലും ഒക്കെ ഉപയോഗിക്കുന്ന ചൊല്ലുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം. ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളാണ് ഇത് ഓരോന്നും. പിന്നെ വരുന്നത് നമ്മുടെ കൊടികളാണ്. അത് ഒന്ന് നമ്മുടെ സഭയുടെ കൊടിയുണ്ട്, ഒന്ന് ഇന്ത്യയുടെ കൊടിയുണ്ട്, ഒന്ന് നമ്മുടെ MCYMൻ്റെ കൊടിയുണ്ട്. ആ 3 കൊടികളാണ് അത്. പിന്നെ ജപമാലകൾ, കൈക്കൊന്ത, ചെറിയ കൊന്ത, വലിയ കൊന്ത, അങ്ങനെ ഓരോന്നും 10 മണികളുടെ ഉണ്ട്, 50 മണികളുടെ ഉണ്ട്, അങ്ങനെ ഓരോ കൊന്തകളുടെ. പിന്നെ പള്ളിയിലുള്ള ഓരോ സർട്ടിഫിക്കറ്റുകളാണ്, വിവാഹത്തിൻ്റെയും എല്ലാം, വിളിച്ച് ചൊല്ലിൻ്റെ ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ച ഫാദറിനും വിശ്വാസികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്
എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.